വീട്ടിലെ പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ചതിൽ പ്രതിയായ ഭർത്താവ് നയാസിനെ കസ്റ്റഡിയിൽ വിട്ടു. അക്യുപഞ്ചർ ചികിത്സ നടത്തിയ ഷിഹാബുദ്ദീനും പിടിയിലായി. PR പ്രവീണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രവീണ, ഈ ഷിഹാബുദ്ദീനെ എവിടെ നിന്നാണ് പോലീസ് പിടിയിലാവുന്നത്? ഈ തുടർ നടപടികൾ എന്തൊക്കെയാണ്? കൊച്ചിയിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് ഷിഹാബുദ്ദീൻ പിടിയിലാകുന്നത്. ഈ അമ്മയും കുഞ്ഞും മരിച്ചതിന് ശേഷം പോലീസ് അന്വേഷിച്ചു ചെല്ലുകയും തുടർന്ന് ഇയാൾ ഒളിവിൽ പോവുകയുമായിരുന്നു. ഇന്നലെ പുലർച്ചെയോടെയാണ് പിടിയിലായത്. നേമം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഇയാളെ ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്കായി, വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ കസ്റ്റഡിയിൽ വാങ്ങിയ മരിച്ച ഷമീറയുടെ ഭർത്താവ് നയാസിനെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നയാസ് ഇരിക്കുന്നതാണ്. നയാസിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഞായറാഴ്ച ഉച്ചവരെയാണ് ഇപ്പോൾ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത് കോടതി. അതിനുശേഷം നയാസിനോടൊപ്പം ഇരുത്തി ഷിഹാബുദ്ദീനെ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്ത ശേഷമാകും ഇവർ തമ്മിൽ എന്തൊക്കെ തരത്തിലുള്ള കണക്ഷനാണ് ഉണ്ടായിട്ടുള്ളത്, ചികിത്സ എങ്ങനെയൊക്കെ ആയിരുന്നു, ആരുടെ നിർദ്ദേശപ്രകാരമാണ് വൈദ്യസഹായം തേടാതെയുള്ള ചികിത്സ അക്യുപങ്ചർ എന്നുള്ള ഈ ചികിത്സ നൽകിയത് തുടങ്ങിയുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം നടക്കുക. ഇതിനൊപ്പം തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഷിഹാബുദ്ദീനെ മെഡിക്കൽ പരിശോധനയ്ക്ക് പോകാൻ ഇറക്കുമ്പോൾ നാടകീയ സംഭവങ്ങളുണ്ടായി. ഈ മരിച്ച ഷമീറയുടെ ഭർത്താവ് നയാസ് ഷിഹാബുദ്ദീനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് പോലീസുകാർ ഇടപെട്ടാണ് പിന്നീട് പിടിച്ചു മാറ്റിയത്. ഇവിടെ ഈ കാണുന്ന ദൃശ്യങ്ങളാണ് ഷമീറയുടെ ഭർത്താവ് നയാസ്. ഇയാൾ സ്റ്റേഷനിലിരുന്ന് ഞാനല്ല ചികിത്സയ്ക്ക് സഹായിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നിലവിൽ പോലീസ് രണ്ടുപേരെയും ഒരുമിച്ചെത്തി ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം പോകണമോ, ഈ നയാസിൻ്റെ തന്നെ ആദ്യ ഭാര്യയും മകളും അക്യുപങ്ചർ പഠിച്ച മകളും ഇതിൽ പ്രതിയാകുമോ എന്നുള്ള കാര്യങ്ങളടക്കം തീരുമാനമാവുകയുള്ളൂ. ശരി. വീട്ടിലെ പ്രസവത്തിനിടെ അമിത രക്തസ്രാവമുണ്ടായാണ് യുവതിയും പിന്നീട് കുഞ്ഞും മരിച്ചത്.